ഈശോയെ, ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. ഈ ദിവസത്തിൽ ഞങ്ങൾക്ക് അങ്ങേ സ്വീകരിക്കാൻ ഒരവസരം നൽകിയതിന് നന്ദി പറയുന്നു. അപ്പാ, നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സ്നേഹത്തിനും, കരുതലിനും, കൃപയ്ക്കും, കരുണയ്ക്കും എല്ലാം നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നു, നീ ഇല്ല എങ്കിൽ ഞങ്ങൾ ഒന്നുമല്ല. വി ആർ സീറോ വിതൗട്ട് യു. ഞങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നു, നീ ഉണ്ടെങ്കിലേ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആകൂ. ഞങ്ങളെ നിരന്തരം സ്നേഹിച്ച്, ഞങ്ങളെ നിരന്തരം കരുതി, ഈ ലോകത്താരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ ഞങ്ങളെ മുമ്പോട്ട് നയിക്കാനോ ഇല്ലാത്തപ്പോൾ നീ ഞങ്ങളെ നിന്റെ സ്നേഹത്തിലൂടെ ഇത്ര സുരക്ഷിതമായി മുമ്പോട്ട് നയിക്കുന്നതിനെ ഓർത്ത് അതെ, ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും നിന്റെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങളെ ക്ഷമ ചോദിക്കുക. അപ്പാ, ഞങ്ങളോട് പൊറുക്കണേ. ഞങ്ങളുടെ ജീവിതത്തെ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് നയിക്കുവാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തണേ. പരിശുദ്ധ അമ്മയെ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കണേ. ഞങ്ങളുടെ സകല വിശുദ്ധന്മാരുമേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഞങ്ങളോട് കൂടെയായിരുന്ന ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. സകലതും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ ആമേൻ. ഒന്ന് ആത്മാർത്ഥമായി ഒരു വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം വരയ്ക്കാമോ? വിശുദ്ധ കുരിശിന്റെ സഹായത്താൽ ഞങ്ങൾ വിശുദ്ധത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇവിടെ വരെ ഈ കഴിഞ്ഞ ദിവസം അപ്പനോട് എല്ലാ ദിവസവും സംസാരിക്കുന്ന ഒരു സമയമുണ്ട്. ഉച്ചയ്ക്ക് ജോലിയാണെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വീഡിയോ കോളിൽ വിളിച്ച് സംസാരിക്കാം. ഈ കഴിഞ്ഞ ദിവസം അപ്പനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്പൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്, നമ്മൾ കേട്ടിട്ടുള്ള പ്രാർത്ഥന, പറഞ്ഞ പ്രാർത്ഥന. സിറോ മലബാർ ക്രമത്തിൽ വിശുദ്ധ കുർബാനയുടെ അവസാനം പറയുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതിങ്ങനെയാണ്: വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാവട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. നമുക്കൊന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥന എന്ന് ചൊല്ലിയാലോ? ഇന്നെല്ലാവരും വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ചവരാണല്ലോ. ചിലപ്പോ പള്ളിയിൽ പോയപ്പം ആത്മാർത്ഥമായി ഈ പ്രാർത്ഥന നെഞ്ചത്തൊട്ട് ചൊല്ലാൻ പറ്റിയെന്ന് വരില്ല. ഒന്ന് നമുക്ക് ചൊല്ലാം: വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, നിങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാവട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിയുക. ഇവിടെ ഈ ഒരു പ്രാർത്ഥന അപ്പൻ ചൊല്ലി കേൾപ്പിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരു വലിയ ഭാരമുണ്ടായി. ഭാരം ഇതാണ്: അന്നത്തെ ദിവസം വിശുദ്ധ കുർബാന ഞാൻ സ്വീകരിച്ചിട്ടില്ല. അന്നത്തെ എന്റെ ജോലി സ്ഥലത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ അന്നത്തെ ദിവസം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചില്ല. ഭാരം ഇതാണ്: ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞു. ഇവിടെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്കുള്ള വലിയ ഇമ്പോർട്ടൻസ് ആണ് ഈ പ്രാർത്ഥന നമുക്ക് എടുത്തു കാണിക്കുന്നത്. വിശുദ്ധന്മാർ പലരും പറയാറ്, there is a two stages of life. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം. ഇനി നമ്മൾ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം: ഇന്ന് ഞാൻ നിന്നെ സ്വീകരിച്ചു, ഇന്ന് നീ എന്റെ ഹൃദയത്തിലേക്ക് വന്നു. ഐ ഡോണ്ട് നോ ഇനി എനിക്ക് നിന്നെ സ്വീകരിക്കാൻ വരുമോ, പറയാൻ പറ്റുമോ? വിശുദ്ധ കുർബാനയുടെ ഇമ്പോർട്ടൻസ് ഏറ്റവും പ്രധാനപ്പെട്ടതായി
നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന സോഴ്സ് ഓഫ് പവറായി വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നാം വിശുദ്ധ കുർബാനയുടെ ചില ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് നാം സംസാരിക്കുക, നമ്മൾ ഇന്ന് ചിന്തിക്കുക. വിശുദ്ധ കുർബാന നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന തമ്പുരാന്റെ മരണത്തെ ഓർക്കുന്ന ഒരു ചെറിയ ചടങ്ങോ ഒരാചാരമോ മാത്രമല്ല എന്ന് നാം മനസ്സിലാക്കുക. ഇറ്റ് ഈസ് എ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ, ക്രിസ്ത്യാനി ആയിരിക്കുന്ന നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വിശുദ്ധ കുർബാന. ഒന്നാമതായി വിശുദ്ധ കുർബാന സ്വർഗം ഭൂമിയെ തൊട്ട നിമിഷമായിട്ടാണ് വിശുദ്ധന്മാർ കാണുക. The heaven touches earth. എല്ലാ വിശുദ്ധ കുർബാനയിലും ഈ ഒരു വലിയ അത്ഭുതം നടക്കുന്നുണ്ട്. സ്വർഗം ഇറങ്ങി വന്ന് ഭൂമിയെ തൊടുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരു റിമെമ്പറൻസിന്റെ പേരിലാണ് ഒത്തുകൂടുന്നതെങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ കുദാശയിലൂടെ സംഭവിക്കുന്നത് ഈ സേക്രഡ് എൻകൗണ്ടർ ആണ്. ദൈവം നമ്മളെ കണ്ടുമുട്ടുന്ന നിമിഷം. ഈശോ തന്നെ പെസഹായുടെ സമയത്ത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 19-ാം തിരുവചനത്തില്, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. ഈശോ അവന്റെ വാക്കുകളിലൂടെ തന്നെ പറഞ്ഞു തരികയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്. ജീസസ് ഗേവ് ഹിംസെൽഫ് കംപ്ലീറ്റ്ലി ടു us. ഈശോ നമ്മുടെ ജീവിതത്തില് പൂർണ്ണമായി ഇറങ്ങി വരുന്ന ഒരു സമയം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു സമ്മാനം. അതാണ് നാം നിരന്തരം സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന. പാദ്രിയോ പറയുന്ന ഒരു വാക്കുണ്ട്, എന്നെ ഏറെ സ്പർശിച്ചൊരു വാക്കാണ്. നിങ്ങൾക്ക് സൂര്യനില്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റും, പക്ഷെ വിശുദ്ധ കുർബാന ഇല്ലാതെ പറ്റില്ല. സൂര്യനില്ലാതെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, പക്ഷേ വിശുദ്ധ കുർബാന ഇല്ലാതെ പറ്റില്ല. It would be easier for the world to survive without sun than to do so without the Holy Mass. പ്രിയപ്പെട്ടവരെ, ഈ സ്റ്റേറ്റ്മെന്റ് അണ്ടർസ്കോർ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന വരച്ചിടുന്ന വലിയ അഗാധമായ ശക്തിയുടെ ആ ഒരു പ്രാധാന്യത്തെ പറ്റിയാണ്. വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ കുർബാന the heaven touches the earth ആണ്. സ്വർഗം ഭൂമിയെ തൊടുന്ന മനോഹരമായ നിമിഷമാണ്. ഇവിടെ രണ്ടാമതായി വിശുദ്ധ കുർബാന നമ്മുടെ സ്പിരിച്വൽ നറീഷ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്കും നമ്മുടെ ആത്മാവിന്റെ പുതുക്കത്തിനും വിശുദ്ധ കുർബാന ഇല്ലാതെ പറ്റില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ് ഞാൻ, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവന് നീക്കം ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു ഭക്ഷണം മാത്രമല്ല വിശുദ്ധ കുർബാന, നമ്മുടെ ആത്മാവിന് വേണ്ട നറീഷ്മെന്റ് ആണ് വിശുദ്ധ കുർബാന. ഇത് നമ്മളെ നമ്മുടെ പരാജയങ്ങളുടെ സമയത്ത്, നമ്മുടെ പരീക്ഷണങ്ങളുടെ സമയത്ത്, നമ്മുടെ ബുദ്ധിമുട്ടുകളുടെ സമയത്ത് നമ്മളെ ഇങ്ങനെ ഊർജപ്പെടുത്തിക്കൊണ്ടിരിക്കും, നമ്മളിങ്ങനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. നാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെയൊക്കെ പള്ളികളിലൊക്കെ ദിനംതോറും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുണ്ട് അല്ലെ. പക്ഷെ അവരുടെ ജീവിതത്തില് വലിയ സാമ്പത്തികമൊന്നും കാണണമെന്നില്ല, അവരുടെ ജീവിതത്തില് വലിയ ബുദ്ധിമുട്ടുകളായിരിക്കാം. പക്ഷെ ദിനംപ്രതി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മുഖത്ത് നിരാശയല്ല, പ്രത്യാശയുടെ ഒരു ചിരി എപ്പോഴും വിളഞ്ഞു നിൽക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്.
പ്രിയപ്പെട്ടവരെ, the Eucharist is our spiritual nourishment. കാർലോ അക്യൂട്ടസിനെ പറ്റി കേട്ടിട്ടില്ലേ? നമ്മളെ പോലുള്ള ഒരു വിശുദ്ധൻ, ദ യങ് മോഡേൺ സെയിന്റ്, എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ അഭേദ്യമായ ആഗ്രഹവും അതോടൊപ്പം തന്നെ എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള ശ്രമവും കാർലോ അക്യൂട്ടസിന് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അവൻ എന്നും വിശുദ്ധ കുർബാനയെ സ്വീകരിച്ചു. വിശുദ്ധ കുർബാനയിൽ നിന്ന് സ്വീകരിക്കുന്ന ആ ഒരു ശക്തി കൊണ്ട് അവൻ ശുശ്രൂഷകൾ ചെയ്തു. വിശുദ്ധ കുർബാനയെ ലോകം മുഴുവൻ അറിയിക്കുവാനുള്ള, വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ ഡോക്യുമെന്ററി ആക്കുവാനുള്ള ശ്രമമെല്ലാം ഈ ഒരു യുവാവിന് ലഭിച്ചത് നിരന്തരം അവൻ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെയാണ്. കാർലോ അക്യൂട്ടസ് വിശുദ്ധ കുർബാനയെ വിളിക്കുന്നത് ഹൈവേ ടു ഹെവൻ എന്നാണ്. നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഊടുവഴിയല്ല ഉള്ള ഒരു വലിയ ഹൈവേ നിന്റെ മുമ്പിലുണ്ട്. അത് വിശുദ്ധ കുർബാനയാണ്. സോ വിശുദ്ധ കുർബാന ഒരു സ്പിരിച്വൽ നറീഷ്മെന്റ് ആണ്. നമ്മുടെ ശരീരത്തിന് നാം ഭക്ഷണം കഴിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിന് നിരന്തരം ലഭിക്കേണ്ട നറീഷ്മെന്റ് ആണ് വിശുദ്ധ കുർബാന. നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണം. മൂന്നാമതായി, വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ ഒരു ബലിയാണ്. ഈശോയുടെ വലിയ പീഡാനുഭവവും മരണവുമാണ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മളെ റീപ്രസെന്റ് ചെയ്യുന്നതെങ്കിലും നമ്മൾ എല്ലായ്പ്പോഴും ഈ വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുമ്പോൾ ദൈവ സ്നേഹമാകുന്ന വലിയ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. അവൻ എപ്രകാരമാണ് പൂർണ്ണമായി വിട്ടുകൊടുത്ത് എനിക്ക് വേണ്ടി മരിച്ചത്, എന്റെ പാപങ്ങൾക്ക് വേണ്ടി. അവൻ എപ്രകാരമാണ് എന്നെ സ്നേഹിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈശോ മുറിക്കപ്പെടുന്ന അവിശുദ്ധ കുർബാനയിൽ നമ്മളും നമ്മുടെ ജീവിതത്തിന്റെ മുറിക്കപ്പെടലുകളെല്ലാം സമർപ്പിക്കണം. എന്റെ ജീവിതത്തിന്റെ പരാജയങ്ങളും നിരാശകളും വേദനകളും, എന്റെ ജീവിതത്തിന്റെ എല്ലാ സംഘർഷങ്ങളും, ഞാൻ ദിനംതോറും എന്റെ ജീവിതത്തിൽ ബലിയായിക്കൊണ്ടിരിക്കുന്ന എല്ലാ അവസ്ഥകളും വിശുദ്ധ കുർബാനയോട് നമ്മൾ ചേർത്ത് വെക്കണം. അപ്പോൾ സാക്രിഫൈസ് ഓഫ് ഗോഡും സാക്രിഫൈസ് ഓഫ് മാൻ ഓഫ് ഗോഡും ഒരുമിച്ചുണ്ടാകും. ദൈവ മനുഷ്യന്റെ ബലിയും ദൈവത്തിന്റെ ബലിയും ഒരുമിച്ച് സംഗമിക്കുന്ന നിമിഷമാണ്. ജോൺ മരിയ വിയാനിയാണ് ഈ മനോഹരമായ വാക്കുകൾ പറഞ്ഞത്. വിശുദ്ധ കുർബാന ദൈവം മനുഷ്യനു വേണ്ടി അർപ്പിക്കുന്ന ബലിയാണ്. അതുപോലെ ദൈവ മനുഷ്യന്റെ ബലിയും. ദൈവത്തിന്റെ സഹനത്തോട് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സഹനങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു അത്ഭുതമായി മാറുന്നത് നമ്മൾ അനുഭവിക്കും. ഇവിടെ നാലാമതായി, വിശുദ്ധ കുർബാനയെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉള്ള വിളിയാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കാനുള്ള വിളിയാണ്. നമ്മൾ ദിനംതോറും റിസീവ് ചെയ്യുന്ന വിശുദ്ധ കുർബാന, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ചിന്ത ഇതാണ്: ഞാൻ ഇനി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ തന്നെ മാറുകയാണ്. I'm going to be transformed. ഞാൻ ഈശോയോട് ചേരുകയാണ്, ഈശോയായി മാറാൻ ശ്രമിക്കുക. ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. വിശുദ്ധ കുർബാന ദിനംതോറും സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്തയാണ്: ഞാൻ നീ സ്വീകരിക്കുന്ന, എന്റെ നാളെ സ്വീകരിക്കുന്ന നീ മൂലം ഞാൻ നീയായി മാറിയിരിക്കുക. ഇവിടെ വെറുതെ സ്വീകരിച്ചങ്ങ് പോവുകയല്ല, ആ സ്വീകരിക്കുന്ന നിമിഷം തന്നെ മാറി അവനായി ഈ ലോകത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഈശോയെ സ്വീകരിച്ചു, ഈശോയായി ജീവിച്ചു. എന്തിനാണ് നാം ഈശോയെ സ്വീകരിക്കുന്നത്? നാം ഈശോയായി മാറണം. നമ്മുടെ മനസ്സിലുണ്ടാകും. മദർ തെരേസ, വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം ഇതിന് പവർഫുൾ എക്സാമ്പിൾ ആണ്. വിശുദ്ധ എന്നും ജീവിതം ആരംഭിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ.
വിശുദ്ധ കുർബാനയിൽ നിന്ന് ജീവിതം ആരംഭിച്ച് ഈ മദർ തെരേസ എന്താ ചെയ്യുക? വിശുദ്ധ കുർബാനയായി പാവപ്പെട്ടവരുടെ ജീവിതത്തിലേക്കും, ഓടയിൽ കിടക്കുന്നവരുടെ ജീവിതത്തിലേക്കും, അഴുക്കുചാലുകൾ കിടക്കുന്നവരുടെ ജീവിതത്തിലേക്കും, കുഷ്ഠരോഗം വന്നവരുടെ ജീവിതത്തിലേക്കും ഒക്കെ ഇങ്ങനെ ഇറങ്ങി. നമ്മളാണെങ്കിൽ പറ്റില്ല. വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മളാ പോകുന്നെങ്കിൽ പറ്റില്ല. വിശുദ്ധ കുർബാന സ്വീകരിച്ച് നാം ഈശോയായിട്ടാ പോകുന്നതെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. വിശുദ്ധ കുർബാന നമ്മളെ മാറ്റിമറിക്കുന്ന, നമ്മളെ ഈശോവാക്കുന്ന നിമിഷമാണ്.